ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇന്ത്യൻ അല്ലല്ലേ, സോറി ഞാൻ മാറിപ്പോയാണ് പേര്. ട്രക്ക് സിമുലേറ്റർ ഇൻ്റർനാഷ്യ എന്ന് പറയുന്ന ഗെയിമാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. കളി തുടങ്ങിയാലേ അപ്പം നമുക്ക് നേരെ വലിച്ചു നീട്ടല്ല. ഫസ്റ്റ് തന്നെ നമുക്ക് പോയി ഒരു വുഡ് കളക്ട് ചെയ്തുകൊണ്ട് സ്ഥലം വരെ പോകുന്നുണ്ട്. സ്ഥലത്തിൻ്റെ പേരറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി കയറാം. നേരെ നമ്മൾ വണ്ടിയിലോട്ട് പോയി വണ്ടി കയറി. ഓക്കെ അല്ലേ? നമ്മുടെ ഐഫോൺ ആൻഡ് നമ്മളെ മണ്ട ഒരു ലോക്കറ്റും തൂക്കിയിട്ട് ഇനിയിപ്പം കണ്ടാ ഗായ്സ്, നല്ല വ്യൂ അല്ലേ? വണ്ടി എടുക്കാം. അപ്പം വണ്ടി എടുക്കാം. ഇനിയിപ്പോൾ വണ്ടി എടുക്കാം. ഓക്കെ, എൻ്റെ ഹാൻഡ് ബ്രേക്ക് മാറ്റി വണ്ടി ഓണാക്കി. കിടിലം സൗണ്ട്. മാപ്പ് വുഡ് എടുക്കാനാണ് പോവേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് മഴയും തുടങ്ങി. ഇത് എന്തിരുന്നു പറ. ഓക്കെ അല്ലേ? പോവാം. ഓക്കെ, ഗൂഗിൾ മാപ്പിലൊക്കെ വഴി കാണിക്കുന്നുണ്ട്. ഇപ്പം പണി പാളിയാൻ ഇൻഡിക്കേറ്റർ ഇട്ട് തുളയ്ക്കണോ? വണ്ടി വരണം. ഉണ്ട്. വണ്ടികളൊക്കെ പോയാൽ നോക്കിയിട്ടേ പോവും. ഈ പണി പാടും. വണ്ടി വളച്ചെടുത്തോ. അല്ലെങ്കിൽ ഒരു വണ്ടി കിട്ടിയാണ്. അവിടെ കാണാം. അവിടെ കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ സ്ക്രീനും കാണാൻ പറ്റില്ലേ? എന്തിനൊക്കെ അല്ലേ ഈ ഗെയിം. കൊള്ളാം. പക്ഷെ ഓട്ടോമാറ്റിക് ഗിയറാണ് കേട്ടോ. ഇൻഡിക്കേറ്റർ കഴിഞ്ഞിടയിൽ ഓണായിരിക്കുന്നു. വൈബ് പോണല്ലോ. നേരെ നമുക്ക് ഇപ്പോൾ വുഡ് കളക്ട് ചെയ്യാൻ പോവാം. പതുക്കെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇൻഡിക്കേറ്റർ ഇട്ട്. ഭയങ്കര ഇടിയും മഴയാണ് ഗായ്സ്. ഉണ്ടോ അത്? നമ്മളെ വണ്ടീനെങ്ങാട്ട് ഡൂപ്പ് വേഷം കണ്ടോ? വെള്ള വണ്ടി. നമ്മളെ കുറച്ച് കൂടിയ വണ്ടിയാ. ഫ്ലോക്കിലെ വണ്ടി ഓടിക്കണ. റെഡ് സിഗ്നൽ മാറിയിട്ട് വണ്ടി പോവാം. ഗ്രീൻ കുറച്ച് ഫ്രണ്ടിലോട്ടിട്ട് വളയ്ക്കാം. ഇങ്ങനെ പോയാലും ഒരു വഴി തന്നെ ഗായ്സ്. ഇത്രയാണെന്ന് ആദ്യം ചുറ്റാൻ കാറ്റി ഇതാണ് നല്ലത്. ഒരു വഴി കൂടെ തന്നെ അടിക്കേണ്ട. ഇതാണ് നല്ലത്. ഇത്ര ദൂരം വരെ പോവാൻ കിടക്കണം. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടില്ലല്ലോ. എന്നിട്ട് താനെ ഇൻഡിക്കേറ്റർ വന്നു. എന്ത് വിധിയല്ലേ. ഭയങ്കര ഇടിയും മഴയും തന്നെ. 100 അടിച്ചില്ലല്ലേ? 100 അടിക്കാറായി. മൂന്നാമത്തെ ഗിയർ അപ്പുറം കയ്യെത്തിടണം. വണ്ടി ഫ്രണ്ടിലോട്ടേ നോക്കാവൂ. ഇൻഡിക്കേറ്റർ ഇടണം. വണ്ടി സഡൻ ബ്രേക്ക് ഇടണം. എനിക്ക് വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. കളിക്കാം. പക്ഷെ ഞാനല്ല നേരത്തെ കളിക്കും. അല്ലാത്ത ആവശ്യമുള്ള സ്ഥലം മാത്രമേ ഇവിടെ തന്നെ. സ്റ്റിയറിംഗിൽ തന്നെ ഏത് വണ്ടിയുടെ പേരാണ് ഐഫോണാണ് ഇരിക്കുന്നത്. ഞാൻ ഐഫോണേ യൂസ് ചെയ്യുള്ളൂ. സാംസങ് ആണോ? അല്ലല്ലേ, ഐഫോൺ പേടിക്കണ്ട. പിന്നെ നമുക്ക് എന്നിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വണ്ടിയുടെ ഫൈനൽ ലുക്ക് നോക്കാം. മഴ കഴിഞ്ഞ്. ഓക്കെ ഇവിടെ ഇങ്ങനെ നല്ലൊരു പറ്റിയ സ്ഥലമുണ്ട്. വൈപ്പർ അങ്ങ് ഓഫാക്കാം. ഇവിടെ പറ്റിയ സ്ഥലം നിങ്ങൾ വിചാരിക്കും ആ ക്യാമറ മാറ്റി നോക്കിക്കൂടിയെന്ന്. അതിനെ കാട്ടി ത്രില്ലല്ലേ ഒരു സ്ഥലത്ത് നിർത്തി നോക്കണം. ഒറിജിനലായിട്ട് ഫീൽ വരൂലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ. വണ്ടിക്കാരെ വണ്ടിയില്ലല്ലോ. വണ്ടി വേണ്ട. ഒരാൾ വളച്ച് ഇവിടെ നോക്കിയാലോ? വേണ്ട, ഇങ്ങോട്ട് പോകാം. ഇത് ബസ്സിൻ്റെ ഹോണല്ലേ? അവർക്ക് ബസ്സിൻ്റെ ഹോൺ മാറ്റാറായില്ലേ? ഓക്കെ, ഇവിടെ നിർത്തി ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓഫാക്കി.
ചെളി പിടിച്ചു എല്ലാം കണക്ക്. ആളെ കൊള്ളാൻ കാണാം. ഉണ്ടാ ഇതാണ് നമ്മളെ വണ്ടി. ഇതിൻ്റെ അകത്ത് നമുക്ക് വണ്ടി കയറാം. വണ്ടി കയറി ഹാൻഡ് ബ്രേക്ക് മാറി. പതുക്കെ പതുക്കെ എടുത്തടിച്ചോണ്ട് പോയാനെ. റെഡ് സിഗ്നൽ അല്ലേ ഇപ്പൊ ചവിട്ടിക്കുണ്ടോ? നേരെ നേരെ പോകണം. പോണോമാരി. ഗ്രീനായി ഗ്രീനായി. നമുക്ക് പോവാം. ഇത്ര നേരെ എടുക്കുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ പാർട്ട് 1ഉം 2 ആയിട്ടായിരിക്കും ഇടാൻ പോകണം. വീഡിയോ അങ്ങ് ഭയങ്കര ലെങ്തി ആയാലും കുറേ ലെങ്തി ആവും ഗൈസ്, ഉറപ്പാണ്. നെക്സ്റ്റ് മാപ്പ് ലോഡാവട്ടു. എന്തായാലും ഈ ഗെയിമിൽ ഭയങ്കര നീളം കൂടും. അതുകൊണ്ട് നമ്മൾ ഏകദേശം 2-3 നോക്കാം. നമുക്ക് പറ്റുന്ന അത്രയും കളിക്കും. വൈബല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ. നില്ല് വണ്ടി വളക്കിട്ട്. ബാക്കിൽ നിന്ന് വണ്ടിയില്ലല്ലോ. നമ്മൾ സൗണ്ട് കയറ്റി കൊടുക്കണം. കണ്ടോ വൈബല്ലേ കാണാൻ. ചെളിയാണോ? വേണോ? ഇറങ്ങണോ? ഇറങ്ങാൻ പറ്റൂല. ഞാൻ പാതാളത്തിൻ്റെ അടിയിലോട്ട് പോകും. എന്തായാലും 2 എപ്പിസോഡായിട്ടായിരിക്കും ഇടാൻ പോണം. ചിലപ്പോൾ 2 എപ്പിസോഡ് പോരായിരിക്കും. ചിലപ്പോൾ 3 എപ്പിസോഡ് വരും. ഞാൻ ചിടിച്ചില്ല. പിന്നെ ഒരു ചലഞ്ചും കൂടെ ഉണ്ട്. ഒരു ഹെൽത്ത് പോകാൻ പാടില്ല. പക്ഷെ നേരത്തെ 97 നിങ്ങൾ ഗെയിം തുടങ്ങിയ സമയത്തും കൂടെ ഹെൽത്ത് നോക്കിക്കൂടായിരുന്നു. 97 ഇപ്പോഴത്തും 97. ഞാൻ ആദ്യമേ ഒരു ഗെയിം കളിച്ചായിരുന്നു. അതിൽ കയറി ഒരു ഇടി ഇടിച്ച്. ആ സമയത്ത് വീഡിയോ എടുത്തില്ല. ഇത് 2ാമത്തെ കേസൊന്നും പറയല്ലേ. ആ സമയത്ത് ഞാൻ വണ്ടി പോയി ഇടിയിട്ടു. ഓക്കെ ഗൈസ്, വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് നമ്മളെ വണ്ടി പോയി നോക്കാം ഗൈസ്. വൈബല്ലേ വുഡുകൾ ഇറങ്ങാൻ. അവിടെ പോയാൽ നമുക്ക് മറ്റേ ഇത് കാണാൻ പോവാം. വുഡ് കട്ട് ചെയ്യണ സാധനം. പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റൂലെന്നേ ഉള്ളൂ. കുറേ നടക്കണം. വയ്യ. നമുക്ക് വുഡ് എടുക്കാൻ പോവാം. ഓക്കെ ഗൈസ്. ഓക്കെ 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 ഓക്കെ. ഈ വ്യൂ ആണ് നല്ലത്. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയോ വണ്ടിയിലെ വൈബൽ. ഈ വണ്ടി ഇതിലാ പോരാ തോന്നണം. കയറാൻ കിട്ടി. ഈ മണ്ടയിലത്തെ ഒരു പ്ലാങ്ക് മാത്രം എന്തിരിക്കുമ്പോൾ മണ്ടയിലോട്ട് പൊങ്ങിയിരിക്കണം. വണ്ടി കയറാം. ഇപ്പം ഇങ്ങോട്ടാണ് പോകേണ്ട സ്ഥലം. കൊണ്ടിറക്കാൻ തന്നെ. പിന്നെ ഇങ്ങോട്ട് പോയാൻ. പതുക്കെ പതുക്കെ വണ്ടി പതുക്കെ എടുത്തോണം. ഇങ്ങോട്ടാണ് കളിച്ചത്. എന്തായാലും കുറച്ച് ദൂരം പോയിട്ട് ഞാൻ ഇവിടെ ഇത് എപ്പിസോഡ് നിർത്തുന്നതാണ്. കുറേ ദൂരം പോയാൽ എനിക്ക് പണി തരും. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇടിച്ചില്ല. എൻ്റെ പൊന്നി ലക്കുണ്ട് കൈസ്. ലക്ക് ഭയങ്കര കൺട്രോൾ തെറ്റിപ്പോയില്ല. അല്ല തെറ്റിപ്പോയി. കൺട്രോൾ തെറ്റിപ്പോയില്ല. എന്തൊക്കെയല്ലേ പറയണം. അയ്യോ വണ്ടി ഓടിക്കുന്ന ആളെയൊക്കെ സമ്മതിക്കണം. അവരെയൊക്കെ നിയന്ത്രണം വിട്ടോ ഇവിടെ ഇരിക്കും വണ്ടി കിടക്കണേന്ന് പറയാൻ പറ്റൂല. അപ്പം നമുക്ക് നേരെ ചവിട്ടി അങ്ങ് കയറാം. എവിടെ വെച്ച് വീഡിയോ എന്ത് ചെയ്യണം.
കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം അല്ലേ? അത് തന്നെ. നിങ്ങൾക്ക് കുറേ ലെങ്തിയായി ബോറടിക്കണുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിനെ 3 മിനിറ്റ് 5 മിനിറ്റ് 6 മിനിറ്റ് അങ്ങനെ വീഡിയോ എടുക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ സെറ്റ് അതന്നെ 10 മിനിറ്റായി വീഡിയോ എടുക്കണം. നമ്മൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ മാപ്പിൽ തന്നെ ഞാൻ നിർത്താനാണ് ചാൻസ്. ഓടിച്ചിടിച്ച് നിങ്ങളത് മറന്നടാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. 91% കൊണ്ട് ചാമ്പിരിക്കുന്നു. എന്തൊരു പറ്റിയാണാ എന്തോ. ബ്രേക്ക് പിടിച്ചിട്ട് സ്കിഡായി കുറച്ചും കൂടെ. ഇതാണ് വിഷയം. സ്പീഡിന് പോകണമെങ്കിൽ നമ്മളെ വുഡിന് എന്തിനാ പറ്റി കാണോ എന്തോ. ഇപ്പം അടുത്ത ഇടി കിട്ടിയാനെ കുഴപ്പമില്ല. റോഡിൻ്റെ നടക്കാനുള്ള സൈഡില് എന്താ നമ്മളെ വുഡിക്ക് വുഡൊന്നും വരെ പൊട്ടിയൊന്നും ചെയ്തില്ല. വണ്ടിയുടെ ഫ്രണ്ട് ചളങ്ങി. നമുക്ക് ഇവിടെയെങ്കിൽ റിപ്പയർ ഷോപ്പ് ഉണ്ടെങ്കിൽ റിപ്പയറും കൂടെ ചെയ്യാം. അല്ലേ മാപ്പ് എടുക്കട്ടെ. ഓക്കെ, ഇവിടെ റിപ്പയർ ഷോപ്പായിട്ട് ഉണ്ട് ഒരു സ്ഥലമുണ്ട്. ആ റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ തീർക്കാം. അപ്പം 80 ആകണം ഫുള്ള്. അപ്പം സ്ഥലം ഫുള്ള് ഇടിച്ചെടുത്തോണ്ടായിരിക്കും പോകാൻ പോണ. നിങ്ങളൊന്നും പറയണ്ട. ഫസ്റ്റത്തെ ഇടി അണ്ണാ ആയിരിക്കും. വണ്ടി ചാമ്പി കിടന്നോ അവന്മാരെ സോങ് ഇടണം. വണ്ടി വിട്ടടിച്ചോണ്ട് പോ. എന്നിട്ട് നേരെ അങ്ങ് റിപ്പയർ ഷോപ്പിലോട്ട് വിട്ടോണം. സ്പീഡിലെല്ലോട്ട് വണ്ടി പോട്ടെ. ഹെൽത്ത് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. മാറിപ്പോടാ. എൻ്റെ വണ്ടിയിൽ എൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ചിട്ട് എന്തൊരു അവസ്ഥ. ഉമ്മാരൊക്കെ സമ്മതിക്കണ്ടേ? കാണിക്കണുണ്ടോ? ഉമ്മാരെ അടുത്തൊന്നും നമ്മൾ എത്തൂല എന്നാണ് അവന്മാർ വിചാരം. അല്ല, അവ നമ്മളെ വണ്ടീനെ പിടിച്ചു വെച്ചിരിക്കുന്നു. പോ എനിക്കേറിപ്പോ. കൊണ്ടോളെ കാണിച്ചവൻ അവൻ എന്നെ 80% ഇത്രയായിരുന്നു. അവൻ്റെ എന്തിനേയും പോകുമ്പോൾ നീ ഭയങ്കര കുറ്റ കേസ് ഇല്ലേ? നമുക്ക് ആദ്യമേ ഇവിടെ ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഭയങ്കര പടി. എന്നിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പോകാം. ഇതെന്തൊരു ഇൻഡിക്കേറ്റർ ഓരോ സമയത്തുള്ള വണ്ടി എന്താ പറ്റി പെട്ടെന്ന് മണി കൊടുക്കാം. ഓക്കെ ഗായ്സ്, ഓക്കെ നമുക്ക് റിപ്പയർ കഴിഞ്ഞില്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻജോയ് ചെയ്യണം ഗായ്സ്. അപ്പം ഇത് അവിടെ വരെ പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഈ വീഡിയോ വരെ ഉള്ളൂ. ടാറ്റാ, ബൈ.